ഒട്ടുമിക്ക യങ്സ്റ്റേഴ്സിലും അതേപോലെ മുതിർന്നവരിലും ഈ വായപ്പുണ്ണ് ഒരു വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ചിലർക്കെങ്കിലും ഇപ്പോൾ ഒരു വട്ടം വായപ്പുണ്ണ് വന്നു, അതിനെന്തെങ്കിലും അവരൊരു ഹോം റെമഡീസ് ട്രൈ ചെയ്തു, അത് മാറുന്നു, എഗെയിൻ റിക്കറൻ്റ് ആയിട്ട് വരുന്നു. എന്തുകൊണ്ടാണ് ഈ വായപ്പുണ്ണ് വെറുതെ വരുന്നത്? കാരണം ഇത് നമുക്ക് ദൈനംദിനം നമ്മുടെ പ്രവർത്തനങ്ങളെ, നമുക്കൊരു പ്രൊഫഷണലാണെങ്കിൽ നമുക്ക് സംസാരിക്കാനും എല്ലാം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള തടസ്സം ഏർപ്പെടുത്തുന്ന ഒന്നാണ് ഈ വായപ്പുണ്ണ് എന്നുള്ളത്. സോ ഈ വായപ്പുണ്ണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതിൻ്റെ കാരണം എന്തൊക്കെയാണ്? എപ്പോഴാണ് നമ്മൾ ഈ വായപ്പുണ്ണ് പേടിക്കേണ്ടത്? അതേപോലെ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നതിന് തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ചില പൊടിക്കൈകൾ എന്തൊക്കെ, ഒരു ഹോം റെമഡി എന്ന നിലയ്ക്ക് എന്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഞാൻ ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. വായപ്പുണ്ണ് കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സെൻറ്റർ ഭാഗത്തിൽ ഒരു മഞ്ഞ നിറത്തിലും അതിനെ ചുറ്റും ചുവന്ന റെഡ് കളറായിട്ട് ഭയങ്കര വേദനയോടുകൂടിയുള്ള അൾസേഴ്സാണ്, മൗത്ത് അൾസർ അല്ലെങ്കിൽ മൗത്ത് അഫ്തയാണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. ഇതിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ളത് എന്ന് പറയുന്നത് വേദന ഇല്ലാത്തതാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അത് വായപ്പുണ്ണ് മാത്രമല്ല, ഏതൊരു അൾസർ ആയാലും അല്ലെങ്കിൽ ഒരു മുഴകളായാലും അത് വേദന ഇല്ലാത്തതാണ്, പെയിൻലെസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു എക്സ്ട്രാ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ വായപ്പുണ്ണ പെയിൻലെസ് ആണെങ്കിൽ അത് ഗ്യാസ്ട്രിക് കാർസിനോമ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്നാൽ ഈ വേദനയുള്ളത് അത്രയധികം അപകടകരമല്ല. അത് എന്തൊക്കെ കാരണമായിട്ടാണ് ജനറലായിട്ട് വരുന്നത്? പൊതുവേ നമ്മൾ വായപ്പുണ്ണ് വന്നു കഴിഞ്ഞാൽ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് എടുത്ത് കഴിക്കുക, അങ്ങനെയൊക്കെ ഒരു ശീലമുണ്ട്. അപ്പോൾ എന്തൊക്കെ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ വായപ്പുണ്ണ് വരുന്നത്? വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, സയാനോകോബാലമിൻ എന്ന് പറയും. ഈ വൈറ്റമിൻ B12 അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കൂടുതലായിട്ടും ഇത് കിട്ടുന്നത് നോൺ വെജിൽ നിന്നാണ്. പൊതുവെ വെജിറ്റേറിയൻസിൽ അവർക്ക് ആ ഒരു പ്രോട്ടീൻ്റെ ഇത് കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഈ സയാനോകോബാലമിൻ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് തന്നെ അവർ സപ്ലിമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആയിട്ടോ ഒക്കെ തന്നെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നോൺ വെജ് ഐറ്റമിലാണ് കൂടുതലായിട്ടും ഈ വൈറ്റമിൻ B12 സയാനോകോബാലമിൻ കണ്ടുവരുന്നത്. അതേപോലെ വൈറ്റമിൻ B2 എന്ന് പറയുന്ന റൈബോഫ്ലാവിൻ, ഈ റൈബോഫ്ലാവിൻ കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമ്മൾ പാല്, മുട്ട, മീന്, തൈര്, ഇതിലൊക്കെ തന്നെ റൈബോഫ്ലാവിൻ കണ്ടൻറ്റും വളരെയധികം കൂടുതലാണ്. അതേപോലെ തന്നെ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഇതുപോലെ വായപ്പുണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ അനീമിയ എന്ന് പറയുന്ന രക്തക്കുറവുള്ളവരിലും ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഈ വായപ്പുണ്ണ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ കാരണം എന്തെന്ന് അറിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഈ വയറ്റിൽ പുണ്ണ് വരുന്നത് കൊണ്ടാണോ ഈ വായിലെ പുണ്ണ് വരുന്നത്? ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പറഞ്ഞിട്ട്, തീർച്ചയായിട്ടും നമ്മൾ വായിലുള്ള ആ ഒരു പുറത്ത് കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി, ഒരു കുറവ് കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, നല്ല ഫുഡുകളാണ്, നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വായപ്പുണ്ണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? അപ്പോൾ അവരുടെ ദഹന പ്രക്രിയയിൽ അല്ലെങ്കിൽ ആ ഒരു ദഹനശേഷിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവാം. പലർക്കും ഈ ഗ്യാസ്ട്രിക് അൾസർ, അതേപോലെ ഈ ആമാശയത്തിൽ എന്തെങ്കിലും പുണ്ണുണ്ടെങ്കിൽ, അതേപോലെ ചെറുകുടലിൽ, വൻകുടലിലൊക്കെ പുണ്ണുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണമായിട്ടും വായപ്പുണ്ണ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കാരണം ഈ അസിഡിറ്റിയുടെ പ്രശ്നം, അതേപോലെ നെഞ്ചെരിച്ചിൽ, പുളിച്ചു തേട്ടൽ അധികമുള്ളവർ, ഈ IBS എന്ന് പറഞ്ഞ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഇങ്ങനെയുള്ളവരൊക്കെ കൂടുതലും ഈ ചെറുകുടലിൽ നിന്നും ഉള്ള അബ്സോർപ്ഷൻ കുറവായിരിക്കും. അപ്പോൾ പലരും പറഞ്ഞു വരുന്നത്, ഞങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്, എന്നിട്ടും എന്താണ് ഞങ്ങൾക്ക് ഈ ഒരു ഡെഫിഷ്യൻസി, ഒരു പോരായ്മയായിട്ട് വരുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചിട്ടും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് എത്തിച്ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുകുടലിൽ അതിൻ്റെ ഒരു അബ്സോർപ്ഷനിൽ പ്രശ്നം വന്നേക്കാം. അപ്പോൾ അതിന് മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഈ കുടലുകളിലുള്ള നല്ല ബാക്ടീരിയകൾ നശിപ്പിക്കപ്പെടുമ്പോൾ അത് ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷനെ ബാധിക്കുകയും അത് കൂടുതലായിട്ടും വായ്പുണ്ണ് ഫ്രീക്വൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഗ്യാസ്ട്രിക് അൾസർ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ സിംറ്റംസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. ഒരു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് കൂടുതലായിട്ടും വയറ് എരിച്ചിലും പുകച്ചിലും തുടങ്ങും. എന്നാൽ ഡ്യൂോഡിനൽ അൾസർ എന്ന് പറയുന്ന ആ ഒരു നമ്മൾ ഈ ചെറുകുടലിൻ്റെ സ്റ്റാർട്ടിംഗ് ഭാഗത്ത് വരുന്ന അൾസർ ആണെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ വേദനയ്ക്കൊരു
സമാധാനം ഉണ്ടാവും. എന്നാൽ ഈ രാത്രി നേരങ്ങളിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈമിൽ അവർക്ക് കൂടുതലും എരിച്ചിലുണ്ടാവും, വയറ് എരിച്ചിൽ കൂടുതലുണ്ടാവും. ഈ ഒരു സിംറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്യൂഡനൽ അൾസറും ഗ്യാസ്ട്രിക് അൾസറും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡ്യൂഡനൽ അൾസർ പൊതുവെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ആശ്വാസം ഉണ്ടാവും. എന്നാൽ ഗ്യാസ്ട്രിക് അൾസറിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു ഹൈപ്പർ ഇൻറ്റൻസീവ് ആയിട്ട് കൂടാനായിട്ട് തുടങ്ങും. അപ്പോൾ വായപ്പുണ്ണ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ചില ഹോം ടിപ്സ് എന്തൊക്കെയാണ്? പലരും പലതും ഫ്രീക്വൻ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടാവും. എന്നാലും അതിൽ കൂടുതൽ റിസൾട്ട് തന്നിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്ക് ഒരു നല്ല ഹീലിംഗ് പവർ ഉണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അതേപോലെ തന്നെ ഈ മോര് കൊണ്ട് കവിള് കൊള്ളുക, മോരിലുള്ള ആ ലാക്ടോബസിലസ് കണ്ടൻറ്റ് ഈ വായപ്പുണ്ണിൻ്റെ ആ ഒരു തീവ്രത കുറയ്ക്കാനായിട്ടും വേദന കുറയ്ക്കാനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഈ ചൂടുവെള്ളത്തിൽ ഉപ്പ് ആഡ് ചെയ്തിട്ട് അത് കവിള് കൊള്ളുന്നതും നല്ലതാണ്. നല്ല വേദന കൂടുതൽ ആണ്, എന്നാൽ പോലും അത് പെട്ടെന്ന് ഹീലാവാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ വായപ്പുണ്ണ് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തെന്ന് കറക്റ്റ് അറിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും എഫക്റ്റീവ്. ചിലർക്കെങ്കിലും ഈ വായപ്പുണ്ണ് വന്നു കഴിയുമ്പോൾ വായിൽ ഭയങ്കര സ്മെല്ല് വരുന്നതായിട്ട് കണ്ടുവരും. അപ്പോൾ ഇത് ആ ഒരു എന്താ പറയുക, ബാക്ടീരിയ കൂടുതലായിട്ടും അതിൽ ആ വായപ്പുണ്ണിൽ മിക്സപ്പ് ആയിട്ടാണ് ഇത്രയും ഫൗൾ സ്മെല്ല്, ചീഞ്ഞ സ്മെല്ലുകളൊക്കെ വരാനുള്ള കാരണം. അപ്പോൾ ഇതിൽ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ പല്ലിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അത് കടിച്ചുകൊണ്ട് ചിലർക്കെങ്കിലും വായ്പുണ്ണ് വരും. ഇതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡെഞ്ചേഴ്സ് എന്ന് പറയും, അതായത് നമ്മൾ പല്ലിൻ്റെ എന്തെങ്കിലും ബന്ധപ്പെട്ടുള്ള കമ്പികളോ അതേപോലെ നമ്മൾ ബ്രഷുകൾ, ഇതൊക്കെ തന്നെ വളരെയധികം ഷാർപ്പായിട്ടുള്ളതാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് തട്ടി വായപ്പുണ്ണ് ഫ്രീക്വൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നുള്ളതാണ് ആദ്യത്തെ ഫാക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതേപോലെ വായ സ്മെല്ല് അവോയ്ഡ് ചെയ്യാനായിട്ട് ക്രാമ്പ് വളരെയധികം നല്ലതാണ്, ഒന്ന് ചവച്ച് ഇതാക്കുന്നത്. അപ്പോൾ ഈ ബാഡ് സ്മെൽസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഒഴിവാക്കാൻ അതേപോലെ ഏലക്കയും ഒന്ന് ചവയ്ക്കുന്നതും വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഓറൽ ഹൈജീൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. വയറിലെ അൾസർ, വയറിലെ ഡൈജഷൻ പ്രശ്നമുള്ളവർ അതിനാദ്യം ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എന്നാൽ മാത്രമേ വായ്പുണ്ണ് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത് കുറയുള്ളൂ. എന്നാൽ കുട്ടികളിൽ ഈ വായ്പുണ്ണ് ചിലർക്ക് ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്ന് പറയും, അതായത് തക്കാളിപ്പനി, അതിൻ്റെ ഒരു ലക്ഷണമായിട്ടും കുമിളകൾ പോലെ കണ്ടുവരും. അപ്പോൾ അത് നോർമൽ വായ്പുണ്ണ് അല്ല, അത് പ്രോപ്പർ അതിൻ്റെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ, അതിൻ്റെ വൈറൽ ഇൻഫെക്ഷൻ്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 7 മുതൽ 10 ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ സബ്സൈഡായി തുടങ്ങും. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഈ വായ്പുണ്ണിൽ വേദനയില്ലാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിയർ ബൈ ഒരു ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ട ചികിത്സ എടുക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റ് ലോസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ക്ഷീണം ഭയങ്കരമായിട്ട് അനുഭവപ്പെടാം, നിങ്ങൾക്ക് സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ട്, പുകവലി ഹാബിറ്റൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിൽ വരുന്ന പെയിൻലെസ് ആയിട്ടുള്ള വേദന ഇല്ലാത്ത പുണ്ണുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വായ്പുണ്ണ് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് കൂടുതലും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അത് വരാൻ കാരണമായിട്ടുള്ള അസിഡിറ്റിയോ ഡ്യൂഡനൽ അൾസറോ ഗ്യാസ്ട്രിക് അൾസറോ എന്താണോ അതിന് തക്കതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. വൈറ്റമിൻ്റെ കുറവുകളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റൈബോഫ്ലാവിൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതേപോലെ സയനോകോബാലമിൻ അധികം അടങ്ങിയിട്ടുള്ള നോൺ വെജ് ഭക്ഷണങ്ങൾ ഒക്കെ തന്നെ അധികമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തൈര് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും വളരെയധികം ഇഫക്റ്റീവ് ആയിരിക്കും. അതേപോലെ ഇളനീര് ഫ്രീക്വൻ്റ് ആയിട്ട് എടുക്കുന്നതും ഈ വായപ്പുണ്ണ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം ഈ ഇളനീര് വയറിൻ്റെ ആ ഒരു അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഡൈജഷൻ്റെ പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യാനായിട്ട്, അത് കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. വായ്പുണ്ണ് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നവർ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഇത് ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.